അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സംസാരിക്കുന്നത് അബ്ദുൽ ഹക്കീം അഷ്റഫി കോട്ടക്കലാണ്. എൻ്റെ പ്രിയ കൂട്ടുകാരൻ. നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ കാര്യങ്ങളിൽ അൽഹംദുലില്ലാ സജീവമായി അവിടുത്തെ സമയങ്ങൾ ദീനിന് വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് മുഅ്മിനാത്തുകളോട് ഓർമ്മപ്പെടുത്തുന്നു, അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹം കഴിഞ്ഞു. ബാധ്യതകൾ ബാക്കി നിൽക്കുന്നത് കൊണ്ട് നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം, പ്രയാസപ്പെടുന്നവരുടെ കണ്ണീരൊപ്പാൻ നാമുണ്ട് കൂടെ എന്ന ഉറപ്പോടുകൂടി നാം അതിലേക്ക് മുന്നിട്ടിറങ്ങുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഏത് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്കും അവരുടെ പ്രയാസങ്ങൾ എന്താണെന്ന് കേൾക്കാമെങ്കിലും നാം ഒരു മനസ്സ് കാണിച്ചാൽ അത് വലിയൊരു പ്രതിഫലമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയ മുഹിബീങ്ങളോട്, നിങ്ങളാൽ കഴിയുന്നത് 10 രൂപയാണെങ്കിൽ ആ ഒരു 10 രൂപ അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. അവർക്ക് നിങ്ങൾക്ക് പകരം നൽകാൻ കഴിയുന്നത് ദുആ മാത്രമാണ്. ഇൻഷാ അല്ലാഹ് മരിക്കുന്നത് വരെ നിങ്ങൾക്ക് എപ്പോഴും അവിടെയൊക്കെ ദുആ ഉണ്ടാവും. അല്ലാഹു തആല നിങ്ങൾ നൽകുന്ന സ്വാലിഹായ സദഖ അല്ലാഹു നാളെ ദുനിയാവിലും ആഖിറത്തിലും വലിയ ഫലമുള്ള സദഖയായി അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അല്ലാഹു തആല അതിന്റെ ബറക്കത്ത് കൊണ്ട് എല്ലാവിധ ആഫത്ത് മുസീബത്തുകളിൽ നിന്നൊക്കെ അല്ലാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് അല്ലാഹു നമ്മുടെ ജീവിതത്തിലും ആയുസ്സിലും ജോലിയിലും സമ്പത്തിലൊക്കെ അല്ലാഹു വലിയ ബറക്കത്ത് അല്ലാഹു ഏറ്റിത്തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ദുആ വസിയത്തോടെ അഭ്യർത്ഥിക്കുന്നു. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും. നിബിതങ്ങളോട് ഒരു സഹാബി വന്നിട്ട് ഉള്ളിൽ പിശാചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ KNM-ഉം സമസ്തയും തമ്മിൽ നടന്നൊരു സംവാദം. അപ്പോൾ സംവാദത്തിൽ KNM നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുജാഹിദുകളെ തന്നെ ഷിർക്ക് ആരോപിക്കാൻ ഉപയോഗിക്കുന്ന അവരുടെ ഒരു ആദർശമാണ്, ജിന്നോട് എന്ത് ചോദിച്ചാലും ഷിർക്കാണ്, ഷിർക്കല്ലാത്തൊരു ചോദ്യം ജിന്നിനോട് ഇല്ല എന്ന് പറയുന്ന ഒരു വാദം. അപ്പോൾ സമസ്തക്കാർ അവിടെ ഒരു ചോദിച്ചു, അള്ളാൻ്റെ റസൂല് ഉഖ്റജിയ അദുവല്ലാ എന്ന് ഹയ്യും ഹാദറും ഖാദറുമായ ജിന്നിനോട് ദാരിമിയാണ് ചോദിച്ചത്. അവലോകനം നടത്തിയ ഇയാളും ആ വിഷയം പരാമർശിച്ചു, ഞങ്ങൾക്ക് മറുപടി തന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതിന് മറുപടി കൃത്യമായിട്ട് അത് പ്രാർത്ഥനയല്ലേ, അഭൗതികമായ ജിന്നിനോട് നടത്തുന്ന പ്രാർത്ഥനയല്ലേ എന്ന് ചോദിച്ചു. പക്ഷെ അതിന് മറുപടി കൊടുക്കുന്നത് ഒന്ന് കേട്ട് നോക്ക്. സഹാബിയോട് നിബിതങ്ങൾ എന്താ പറഞ്ഞത്? ഉഖ്റുജ്, ഉഖ്റുജ് എന്ന് പറഞ്ഞു അല്ലേ? ഉഖ്റുജ്, നിങ്ങളുടെ വാദപ്രകാരം അങ്ങനെ ഉഖ്റുജ് എന്ന് പറയൽ ശിർക്കാണ്. അത് ശിർക്കാണോ എന്ന് ചോദിച്ചു. എണ്ണം പറഞ്ഞ ചോദ്യമായിരുന്നു. അജൂസ് ബനി ഇസ്രായേൽ ആ സംഭവം ഇവിടെ ഉദ്ധരിക്കപ്പെടുകയാണ് തഫ്സീറിന്റെ വ്യാഖ്യാനത്തിൽ. ഓതാൻ കഴിഞ്ഞില്ല, ഖിയാമത്ത് നാൾ വരെ കഴിയുകയും ഇല്ല. പിന്നെന്താ അവസാനം പറഞ്ഞുറഞ്ഞ എവിടെ എത്തിയെന്നറിയോ? ഉഖ്റുജ്. അപ്പോൾ ശ്രദ്ധിക്കുക, എന്താണ് സമസ്തക്കാർ ചോദിച്ചത്? അത് പ്രാർത്ഥനയല്ലേ, അത് ശിർക്കല്ലേ? നിങ്ങളുടെ ആദർശപ്രകാരം, നിങ്ങളുടെ വിശ്വാസപ്രകാരം, തവസ്സുലല്ല ചോദ്യം, നിങ്ങളുടെ വിശ്വാസപ്രകാരം അത് പ്രാർത്ഥനയല്ലേ, ഷിർക്കല്ലേ എന്നാണ് ചോദ്യം. മറുപടി എന്താ കൊടുക്കേണ്ടത്? ഒന്നെങ്കിൽ അത് ഷിർക്കാണെന്ന് കൊടുക്കണം, അല്ലെങ്കിൽ ഷിർക്കല്ല എന്ന് കൊടുക്കണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുക്കണം. എന്നിട്ട് തവസ്സുൽ ആണോ എന്ന് ചോദിച്ചിങ്ങാണ്ട് തടി സലാമത്താക്കണം. കണ്ടോളി. എന്ന് റസൂലുള്ള ശൈത്താനോട് പറഞ്ഞിട്ടുണ്ട്. അത് റസൂല ശൈത്താനെ കൊണ്ട് തവസ്സുലാക്കിയതാ. എവിടുന്ന് നിങ്ങൾ വരുന്നത്? എവിടുന്ന് നിങ്ങൾ വരുന്നത്? എന്തൊക്കെ കണ്ടില്ലേ? അത് തവസ്സുലാക്കിയതാണോ എന്ന് പറഞ്ഞിട്ട് വല്ല തടിയാണ് സലാമത്താക്കി. എങ്ങനെയുണ്ട്? 24 മണിക്കൂറും KNM-മാർ ഷിർക്ക് 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 കാരണം ദിർക്കിർ ചൊല്ലി നടക്കുന്ന ഒരു സംഗതി ഖുറാഫികളെ മുമ്പ് പോയിട്ട് അവർ ചോദിച്ചപ്പോൾ ഒന്നെങ്കിൽ അതിനെന്ത് പറയണം? അത് ഷിർക്കല്ല എന്ന് പറയണം, അല്ലെങ്കിൽ അത് ഷിർക്കാണെന്ന് പറയണം, അല്ലെങ്കിൽ അത് അഭൗതിക തേട്ടമല്ല ഭൗതിക തേട്ടമാണ് എന്ന് പറയണം. എന്തെങ്കിലും ഒന്ന് പറയണ്ടേ? മെല്ലെ തടിയാണ് സലാമത്താക്കി. ഇതാണ് ഇന്നത്തെ KNM-ൻ്റെ അവസ്ഥ. ചിന്തിക്കുന്ന ആളുകൾക്ക് ഇതൊക്കെ ഉപകാരപ്പെടും, അല്ലാതെ മണ്ടന്മാരായ അണികളോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വിസ്റ്റംകാരാണ് സമസ്തക്കാർക്ക് വേണ്ടി പോസ്റ്റ് ഇടുന്നത്.
വിസ്റ്റംകാർ വെച്ചാൽ KNMകാർ തോറ്റുപോയി അവർ ജയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ആരാണ്? വിസ്റ്റത്തിലെ ചില ആളുകൾ കേട്ടോ, എല്ലാവരും ഇല്ലേ. സോഷ്യൽ മീഡിയ കുറച്ച് ആളുകളുണ്ട്, ഈ ആരിസ് ഇടക്കിടക്ക് അങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ടല്ലോ. ജിന്ന് പിശാചിനോട് തേടിയാൽ നമുക്ക് ശിർക്കാകാത്ത സഹായത്തേട്ടമുണ്ടെന്ന് വിശ്വസിക്കുന്ന ആ മുശ്രിക്കൻ വിശ്വാസക്കാരും സമസ്തക്കാരും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ്. മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം രണ്ട് കൂട്ടരും മുശ്രിക്കൻ വിശ്വാസക്കാരാണ്. റഷീദ് ഇവിടെ പറയണത് വളരെ ഒരു തെറ്റായൊരു സംഗതിയല്ലേ. നമ്മളാരും ജിന്നിനോട് പ്രാർത്ഥിക്കാനോ ജിന്നിനോട് സഹായം തേടാമെന്നോ ഭൗതികമോ അഭൗതികമോ എന്തെങ്കിലും ചോദിക്കാമെന്നോ ഇവിടെ ആരും ഒരു മുജാഹിദും വിശ്വസിക്കുന്നില്ല. അള്ളാഹിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. അഭൗതികമായ നിലയിൽ സൃഷ്ടികളിൽ ഇടപെടാൻ അള്ളാഹു അല്ലാത്ത ഒരു സൃഷ്ടികൾക്കും കഴിയില്ല എന്നാണ് മുജാഹിദുകൾ വിശ്വസിക്കുന്നത്. പക്ഷേ ഈ മരമണ്ടന്മാർ ഈ ജിന്നിനെ കൊണ്ട് അഭൗതികമാക്കി വെച്ചു. മടവൂര്യൻ വിശ്വാസം, സലാം സുല്ലമിയൻ വിശ്വാസം സ്വീകരിച്ചു. സിഹിറിനെ അതുപോലെ തന്നെ കണ്ണേറിനൊക്കെ ഷിർക്കാക്കാൻ വേണ്ടിയിട്ട് സലാം സുലമി കൊണ്ടുവന്ന പുതിയൊരു തത്വമായിരുന്നു ജിന്ന് അഭൗതികമാണ്, മനുഷ്യനെ സംബന്ധിച്ച് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമാണ് എന്ന്. ആ വിശ്വാസം ഇവർ പുൽകിയതോടുകൂടി, അതായത് KNM എന്ന സംഘടന പുൽകിയതോടുകൂടി എന്ത് സംഭവിച്ചു? അവർ സിഹിറിൽ വിശ്വസിക്കുന്നവരാണ്, കണ്ണേറിൽ വിശ്വസിക്കുക. അപ്പോൾ അവരിൽ ഷിർക്ക് വന്നു. അങ്ങനെ മനുഷ്യനുമായിട്ട് കാര്യകാരണ ബന്ധമില്ലാത്ത ഒരു സൃഷ്ടിക്ക് മനുഷ്യരിൽ ഇടപെടാൻ കഴിയുമെന്ന് വിശ്വസിച്ചാൽ തന്നെ ഷിർക്കല്ലേ. നമ്മൾ ഖുറാഫികളോട് പറയണ്ടല്ലോ മൊയ്തീൻ ഷെയ്ഖ് അഭൗതികമാണ്, അതുകൊണ്ട് മൊയ്തീൻ ഷെയ്ഖ് ഇവിടെ ഇടപെടും എന്ന് വിശ്വസിച്ചാൽ തന്നെ ഷിർക്കാണ് അല്ലേ. ആ മൊയ്തീൻ ഷെയ്ഖിൻ്റെ സ്ഥാനത്തേക്കാണ് ഇവരെ ജിന്നിനാണ് കോണ്ടാക്ട് ചെയ്യുക. ജിന്ന് എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആൻ അള്ളാഹു പറഞ്ഞാണ്, നിങ്ങളെ സംസാരം കേൾക്കുന്നു, കാണുന്നു, അറിയുന്നു, നിങ്ങളെ വസ്വാസിലാക്കുന്നു, സാഹിര്യങ്ങളെ സഹായിക്കുന്നു, ജ്യോത്സ്യന്മാരെ സഹായിക്കുന്നു. അല്ലിമൂനന്നാസ സിഹിർ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്ത് പിശാചാണ്. ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കൽ എങ്ങനെയാണ്? ഇങ്ങനെ മനുഷ്യനുമായിട്ട് കാര്യകാരണ ബന്ധമുള്ള ഒരു പിശാചിനെ കൊണ്ടുപോയിട്ട് അഭൗതികമാക്കിയതോടുകൂടി KNM ഷിർക്കിലായി. അതുകൊണ്ടാണല്ലോ അവരെ ലയനം പാളിയത്. മടവൂരികളും KNM തമ്മിൽ ലയനം തല്ലിപ്പിരിയാൻ കാരണം എന്താ? അതന്നെ, ഒരു കൂട്ടർ മുശ്രിക്കും ഒരു കൂട്ടർ ഹദീസ് നിഷേധിയും ഖുർആൻ നിഷേധികളും. ഇതൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ സമസ്തക്കാർക്ക് ഏണിച്ചു കൊടുക്കാമെന്ന് പറയരുത്. നിങ്ങൾക്കിത് പറഞ്ഞു തരികയാണ്, നിങ്ങളെ ഈ പൊട്ടം വിശ്വാസം എന്താണെന്നുള്ളത് പറഞ്ഞു തരുമ്പോൾ സമസ്തക്കാർക്ക് ഏണിച്ചു കൊടുക്കുക. സമസ്തക്കാർക്ക് നിങ്ങളാണ് ഏണിച്ചു കൊടുക്കുന്നത്. കാരണം സമസ്തക്കാരെ വിശ്വാസം ഇപ്പം നിങ്ങൾക്കുള്ളത്. കാരണം മരിച്ചു പോയവരും ജിന്നും മലക്കൊക്കെ അഭൗതികമായ നിലയിൽ സഹായിക്കുന്ന സമസ്തൻ്റെ അഖീദ. അതിൽ നിങ്ങൾ മരിച്ചവരെ മാത്രം ഉൾപ്പെടുത്തിയിട്ടില്ല, ജിന്നിനും മലക്കിനെ ഉൾപ്പെടുത്തി കൊടുത്തു. അങ്ങനെ സമസ്തക്കാർക്ക് ഏണി വെക്കുന്ന ഈ റഷീദും റാഫിയും KNM ആണ്. മനസ്സിലായോ? അബൂബക്കർ സാഹിബ് എന്തെല്ലാം വിശേഷം, റാഹത്തല്ലേ? പിന്നെ ഞാൻ ഒരു സംശയം തീർക്കാൻ വേണ്ടി വന്ന, തർക്കിക്കാനല്ല, വിഷയങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി. അതായത് ഇന്നലെ സംവാദം നടന്നല്ലോ മറ്റേ KNM സുന്നികളുമായിട്ട്. അപ്പോൾ ആ സംവാദത്തിൽ ഈ തവസ്സുൽ നിർബന്ധമായതും ഉണ്ട് എന്ന് മുജാഹിദിൻ്റെ പക്ഷത്തുനിന്ന് പറയുന്നത് കേട്ടു. അതേതാ നിർബന്ധമായ തവസ്സുൽ ഏതാണ് അവരുദ്ദേശിച്ചത്? അങ്ങനെ മുജാഹിദിനൊരു വാദം ഉണ്ടോ നിർബന്ധമായ തവസ്സുൽ ഉണ്ട് എന്ന്? അതൊന്നറിയാൻ വേണ്ടിയിട്ടാണ്. അതെന്താന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പക്ഷേ അമൽ സാലിഹാത്തുകൾ മുമ്പിൽ വെച്ചുകൊണ്ടുള്ള ദുആ ആകാം, അതല്ലെങ്കിൽ പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്യുന്നതാകാം, അതല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശുപാർശയ്ക്ക് വേണ്ടി അള്ളാഹുവിനോട് തേടുന്നതാകാം. അങ്ങനെ ഉണ്ടല്ലോ, പ്രവാചകൻ്റെ ശുപാർശ നമുക്ക് ആവശ്യമാണല്ലോ അവസാന നാളിലൊക്കെ. അത് നിർബന്ധമായിട്ടും നമ്മൾ ചെയ്യേണ്ടതാകാം. അതേതെങ്കിലും ആകാം ഉദ്ദേശിച്ചിട്ടുണ്ടാകുക. ഇനി കൂടുതൽ വിശദീകരണം പോലെ തന്നെ നൽകണം, എനിക്കത്രേ അറിയുള്ളൂ. അത് പ്രവാചകൻ്റെ ശുപാർശയ്ക്ക് വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് തേടുക എന്നുള്ളതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധ കാര്യം തന്നെയാണല്ലോ. പിന്നെ നിർബന്ധം, സുന്നത്ത്, മറ്റത് മറിച്ച് എന്നൊക്കെ പറയുന്നത് പിൽക്കാലത്ത് പണ്ഡിതന്മാർ സ്വീകരിച്ച ചില നിലപാടുകളല്ലേ. അതിപ്പോൾ വിശുദ്ധ ഖുർആനിലൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ വേണമെങ്കിൽ ഒരാൾക്ക് നിർബന്ധമാണെന്ന് പറയാം, അതല്ലെങ്കിൽ സുന്നത്താണെന്ന് പറയാം എന്നൊക്കെ പറയാം. അതിപ്പോൾ അത്രമാത്രം ഗൗരവമുള്ളൊരു വിഷയമൊന്നുമല്ല. ഇനി അതല്ലാത്ത വേറെന്തെങ്കിലും കാര്യങ്ങളുണ്ടോയെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഇപ്പം നിർബന്ധം എന്ന് പറയണമെന്നൊന്നുമില്ല. ഇപ്പം നിർബന്ധമായ തവസ്സുല് എന്ന് പറഞ്ഞു പോയി എന്ന് വിചാരിച്ച് പ്രശ്നവുമല്ല.
അല്ലാഹു അല, നമുക്ക് കൂടുതൽ അതിനെക്കുറിച്ച് അറിയില്ല. അതല്ലല്ലോ ഇപ്പോൾ അവിടുത്തെ അടിസ്ഥാന വിഷയങ്ങൾ. ശിർക്കായ തവസ്സുൽ എന്നതാണല്ലോ വിഷയം. മറ്റേതിപ്പോൾ നിർബന്ധമല്ല, സുന്നത്തേ ഉള്ളൂ എന്നുള്ളത് കൊണ്ടോ സുന്നത്തല്ലാതെ നിർബന്ധം തന്നെയാണ് എന്നുള്ളതോ ഒക്കെ കേവലം സാങ്കേതികമായ തർക്കങ്ങളല്ലേ. അതെ, അടിസ്ഥാനപരമായ വിഷയത്തിൽ വേണ്ടത്ര കേരളമന് ശോഭിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഒരു അഭിപ്രായം എനിക്കുമുണ്ട്. ശോഭിക്കാൻ കഴിഞ്ഞോ കഴിഞ്ഞില്ലേ എന്നുള്ളതല്ല, വ്യവസ്ഥ എഴുതുമ്പോൾ വ്യവസ്ഥ വ്യക്തമായിട്ട് എഴുതിയില്ല. എന്താണോ ഉദ്ദേശിച്ചത് അത് അങ്ങനെ തന്നെ എഴുതിയാൽ മതിയായിരുന്നു. അത് സമസ്തക്കാരെ വിശ്വസിച്ചുകൊണ്ട്, അവരുടെ വാക്കുകളിൽ വിശ്വസിച്ചുകൊണ്ട് അങ്ങനെ മതി എന്ന് തീരുമാനിച്ചതാണ്. ഇതിലൊക്കെ വാക്കുകൾക്ക് എന്ത് പ്രസക്തിയുള്ളത്? പ്രത്യേകിച്ച് സമസ്തക്കാരുടെ വാക്കുകൾക്ക്. ആ വ്യവസ്ഥ എഴുതുമ്പോൾ അത് കൃത്യമായിട്ട് അങ്ങനെ തന്നെ എഴുതിയാൽ മതിയായിരുന്നു. പിന്നെ മരിച്ചു പോയവരെ അതായത് എന്താണ്, അവിടെ അവരോട് പ്രാർത്ഥിക്കുക എന്ന് കൂടി കൂട്ടിച്ചേർത്താൽ മതിയായിരുന്നു. ഇതിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിദ്ധരിപ്പിക്കാനും വെറുതെ വിഷയം വ്യവസ്ഥ അതാണ് എന്ന് പറഞ്ഞാൽ കുറേ സമയമുണ്ട് കളഞ്ഞു രണ്ട് വിഭാഗവും. അത് ഒരു പൂർണ്ണമായില്ല, വ്യവസ്ഥ എഴുതിയെടുത്ത് ചില തകരാറുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ ഒരു അഭിപ്രായമാണ്.